DCMS രൂപതാ സമിതി സപ്തതി വർഷത്തോടനുബന്ധിച്ച് വിവിധ സോണൽ പ്രവർത്തന സമിതികളുടെ ഉദ്ഘാടനം അഭിമന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം പാലാ ബിഷപ്പ് ഹൌസിൽ വെച്ചാണ് പാലാ രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് തിരിതെളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത്. പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ തന്നെ DCMS സപ്തതി ആഘോഷം നടത്തുന്നത് എല്ലാവിധത്തിലും സന്തോഷവും അഭിമാനവും നൽകുന്നതാണെന്നും ദളിത് കത്തോലിക്കരുടെ ഉന്നമനത്തിനായി എല്ലാ രൂപതാംഗങ്ങളും പ്രവർത്തിക്കണമെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആവശ്യപ്പെട്ടു. ദളിത് ക്രൈസ്തവരുടെ പുരോഗമനത്തിനായി പ്രയത്നിച്ച വാഴ്ത്തപ്പെട്ട തേവർപറമ്പിൽ കുഞ്ഞച്ചന്റെ പേരിൽ രാമപുരത്ത് വെച്ച് സിംബോസിയം നടത്തണമെന്നും പിതാവ് പറഞ്ഞു. ഈ സപ്തതി വർഷത്തിൽ നമുക്ക് കുഞ്ഞച്ചനെ കുറിച്ചുള്ള ഒരു 2 ദിവസത്തെ ഒരു മെഗാ സിംബോസിയം നടത്തിയാൽ നല്ലതാണ്. രാമപുരത്ത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ, ജീവിതകാലം, അദ്ദേഹത്തിൻ്റെ വൈദിക ശുശ്രൂഷ, ഈ സമുദായത്തോടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹം ഭാവിയിൽ ഈ സമുദായം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ കരുതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർത്ത് നമുക്ക് വളരെ വിപുലമായ രീതിയിൽ എല്ലാവരെയും ചേർത്ത് കുഞ്ഞച്ചൻ്റെ ഒരു സമഗ്രമായ ഒരു പഠനം, അതിന് നമുക്ക് ഈ തമിഴ്നാട്, ബാംഗ്ലൂർ സോണുകളിൽ നിന്നൊക്കെ ഉള്ള പിതാക്കന്മാർ തന്നെ നമ്മുടെ കേരളത്തിലുമുണ്ട്. അവിടെയും കൂടെ ഈ സമുദായങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അവരും കൂടി വരുമ്പോൾ ഈ കാര്യം കുറച്ചുകൂടി അവർക്ക് മനസ്സിലാകും. സപ്തതി വർഷ പ്രവർത്തനങ്ങളായ ഭവന സന്ദർശനം, കുടുംബ സംഗമങ്ങൾ, കലാകായിക മത്സരങ്ങൾ, ക്ഷേമനിധി രൂപീകരണം, തൊഴിൽ സംരംഭത്വ പരിപാടികൾ എന്നിവയെക്കുറിച്ച് രൂപതാ സെക്രട്ടറി ശ്രീമതി ബിന്ദു ആന്റണി വിശദീകരണം നൽകി. സമുദായ ശാക്തീകരണം സപ്തതി വർഷത്തിലെന്ന വിഷയത്തെക്കുറിച്ച് ശ്രീ ജോസ് രാഗാദ്രി ക്ലാസ് എടുത്തു. കേരളത്തിലെ 33 രൂപതകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദളിത് കത്തോലിക്കരുള്ള രൂപതയാണ് പാലാ രൂപത. 7200-ലധികം വരുന്ന ദളിത് കത്തോലിക്ക കുടുംബങ്ങൾ, 40,000-ലധികം വരുന്ന അംഗങ്ങളും ഉള്ള രൂപത. ഏറ്റവും കൂടുതൽ കരുതലോടുകൂടിയാണ് ഈ ജനവിഭാഗത്തെ കാണുന്നത്. 16 ഫൊറോന ഡയറക്ടർമാരും 100-ലധികം അംഗങ്ങളുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഷെക്കിന ന്യൂസ്, കോട്ടയം.